ഞാൻ ദേവിക FT ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ബാച്ചായിരുന്നു DFT. എനിക്ക് അവർ ഇൻചാർജും എൻ്റെ പേര് പറയാം. അതെങ്ങനെ എൻ്റെ പേര് പറയാം. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ ഫസ്റ്റ് ബാച്ചാന്ന് പറയാം. ഞാൻ ദേവിക. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഫാക്കൽറ്റി ആയിട്ടാണ് പോകുന്നത്. അത് ഞാനിവിടെ SMS കോളേജിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബാച്ചാണ് DFT ബാച്ച്. അവരുടെ ഇൻചാർജ് ഞാൻ. എൻ്റെ സെക്കൻഡ് ബാച്ചായിരുന്നു DFTയുടെ. ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ വളരെ നല്ല സ്റ്റുഡൻസ് ആണെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഭയങ്കര മടിച്ചുകളായിരുന്നു, വർക്കുകളൊന്നും ചെയ്യില്ല. പക്ഷേ ലാസ്റ്റായി വന്നപ്പോഴേക്കും ഞാൻ പറയുകയാണെങ്കിൽ വളരെ വളരെ ബെറ്ററായി തുടങ്ങി. അവർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ ഞാനതിൽ എടുത്ത് പറയുകയാണെങ്കിൽ അഖില എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ഒന്നും വരയ്ക്കാൻ അറിയില്ലായിരുന്നു, ഒട്ടും വരയ്ക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ഒട്ടും വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അഖിലേക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ അനീതിക്കൊക്കെ വരയ്ക്കാൻ അറിയാം, ഇവർ നന്നായിട്ട് വരയ്ക്കുന്നു, അവരെന്നെ കളിയാക്കുന്നു വരയ്ക്കുന്നതിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. ലാസ്റ്റ് എക്സാമിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ബെറ്റർ ഡ്രോയിങ് അഖിലയുടെ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ വിസ്മിതേനെ പറഞ്ഞാലും ഇപ്പോൾ BCom ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞോ. എൻ്റെ പേര് ആൻവിയ സോണി. ഞാൻ ഈ ബാച്ചിലായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വർഷം പോയതേ അറിഞ്ഞില്ല. എനിക്ക് വരയ്ക്കാനൊക്കെ അറിയായിരുന്നു, പക്ഷെ എൻ്റെ വരയൊക്കെ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ബെറ്ററായി. പിന്നെ അനിറ്റ് മിസ്സ്, ദേവിക മിസ്സ് ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ ക്ലാസ് മിസ്സായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും സംശയമായിരുന്നു, ഡൗട്ടായിരുന്നു. ഇവരോട് രണ്ടുപേരും ഭയങ്കര ക്വസ്റ്റ്യൻ ചോദ്യമായിരുന്നു. എൻ്റെ പേര് അമ്മൂസിയസ്. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരെയും നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും കിട്ടി, ടീച്ചർമാരും കിട്ടി. പിന്നെ വരട്ടെ ഫുള്ളി ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് വരയ്ക്കാൻ കൊടുത്തപ്പം അമ്മ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയത്. ഇപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വരുമ്പോൾ എനിക്ക് അമ്മൂന്ന് ആദ്യം ഓർമ്മ വരുന്ന സാധനം അതാണ്. എൻ്റെ പേര് നിത്യ. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കറിയാം ഞാനങ്ങനെ ആൾക്കാരോട് സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അഖിലയാണ് ആദ്യം നുണ പറയാമോ നിത്യ? ഇത്രയും വലിയ നുണ പറയാമോ? നിത്യയോടൊക്കെ അഖിലയാണ് എന്നെ ശരിയാക്കി എടുത്ത ആദ്യമേ. പിന്നെ അവരുടെ വായ അടപ്പിക്കാൻ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് എന്നും ഉറങ്ങുന്നതിന് മിസ് പിടിക്കുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മിസ്സുമാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങളുടെ ലാബ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ആളെ നിത്യ തന്നെയായിരുന്നു. വർക്ക് പിടിച്ചിട്ട് വരും, ലാബിലിരുന്ന് സ്റ്റിച്ച് ചെയ്യും. പക്ഷെ ഇതുവരെ വരുമാനമൊന്നും ഇതുവരെ കോളേജിലേക്ക് കിട്ടിയതായിട്ടുണ്ടാവും. എൻ്റെ പേര് മീനാക്ഷി. ഇവിടെ വന്ന പിന്നെ ഫ്രണ്ട്സ് ചിൽ വൈബായിരുന്നു. അത് മിസ്സുമാർ അടിപൊളിയായിരുന്നു. ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ബെറ്ററായ ഒരു ചിൽ വൈബ് കിട്ടിയത് ടീച്ചർ മിസ്സുമാരുടെ ഈ കോളേജിൽ നിന്നാണ്. വൈകി മാത്രമേ പഠിച്ചൊരു കുട്ടിക്ക് കുറച്ച് വർക്ക് ഇന്ന് വളരെ നല്ല പ്രവർത്തനമായിരുന്നു ഇവർ കാഴ്ചവെച്ച്. 4 മാസം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവഴി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ദിവസവും അമ്മയ്ക്കും കോള് വരും, മിസ്സേ അവർ ഞങ്ങൾ അത് ചെയ്തു, അവരെ കരച്ചിലായിരിക്കും. പലരുടെയും കരച്ചിലായിരുന്നു. ഞാൻ ഫോണിൽ കൂടെ കൂടുതൽ കേട്ടിരിക്കുന്നത്. എൻ്റെ പേര് വിസ്മിത. അത് എക്സാമിനോട് ഞാൻ ചോദിച്ചാൽ മതി. ഇവിടെ വന്നൊരു ടീച്ചേഴ്സ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും നല്ല വൈബൊക്കെ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ക്ലാസ് ആണെങ്കിലും ഒരു വർഷം ബാങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി തൊടുപുഴ സീമാസിലൊക്കെ കയറി. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കിറ്റെക്സിൽ സിസ്റ്റം വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ മൈക്കിൻ്റെ തൊള? എൻ്റെ പേര് അഞ്ജന. ഞാൻ ഇവിടെ പഠിച്ചത് അഭിമാനം കൊള്ളുന്നു. അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല വൈബായിരുന്നു. പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു, ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നു. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവം. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട. മുന്നോട്ട്
നല്ല നല്ല നേട്ടങ്ങൾ കിട്ടും പ്രതീക്ഷിക്കുന്നു.